കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോ ഫോക്കസ് 4.0യുടെ PCO പേപ്പറായ എലമെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അനാലിസിസ് ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സൈക്കിൾസിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഡിസംബർ 2024 വരെ വന്നിരിക്കുന്ന എക്സാം സൈക്കിൾസിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ പാറ്റേൺസ്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതിന്റെ ഒരു നീഡ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു ജനറൽ ഒരു ഐഡിയ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇഗ്നോ അനാലിസിസ് അല്ലെങ്കിൽ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 4.0യിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നേച്ചർ എങ്ങനെയാണ്, അതായത് 2021 തൊട്ട് ഈ ഒരു ഡിസംബർ 2024 വരെ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അതിന്റെ ബേസിൽ നമുക്ക് ജൂൺ 2025, അതായത് ഇപ്പൊ നമ്മൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന് എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെയുള്ള ഒരു ജനറൽ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസ് മാപ്പിംഗ് ഉണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും ബ്ലോക്ക് വൈസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് അനാലിസിസ് പറയുന്നുണ്ട്. ഹൈലി ഫ്രീക്വൻസി ആയിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നത്, പിന്നെ എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിരിക്കുന്ന എക്സാംസിന്റെ ഈ ഒരു സബ്ജക്റ്റിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് അല്ലെങ്കിൽ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, കൂടുതൽ പ്രോബബിലിറ്റി വരുന്ന അല്ലെങ്കിൽ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആൻസർ കീയും ഉണ്ട്. ആൻസർ കീ നമുക്ക് ഈ വീഡിയോയിൽ അവൈലബിൾ ആയിരിക്കത്തില്ല, നമ്മുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീയും അവൈലബിൾ ആയിരിക്കും. അപ്പം ഇനി ഡെപ്തായിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം. മൾട്ടിപ്പിൾ ഇയേഴ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൈക്കിൾസിലായിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ ഒരു നമ്മളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 2021 തൊട്ട് ഈ ഒരു ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഒക്കെ നോക്കുന്ന സമയത്ത് കൂടുതൽ റെലവൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് പറയാൻ പറ്റുന്ന ബ്ലോക്ക് 1നെ പറയാം. ബ്ലോക്ക് 1ൽ കൂടുതൽ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ റെക്കറിംഗ് നേച്ചർ കണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് വരുന്ന ബ്ലോക്ക് 3 ആണ്, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 2. ഈ ഒരു ഓർഡറിലാണ് നമ്മളുടെ ഒരു ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് പറയാൻ പറ്റുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടത് ഏതാണ്? ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ഇപ്പം നമ്മളുടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള കഴിഞ്ഞ 8 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന ബ്ലോക്ക് 1ൽ നിന്നും ദെൻ ബ്ലോക്ക് 3 അതേ അന്ന് ബ്ലോക്ക് 1ൽ നിന്നും ചെറിയൊരു വ്യത്യാസം ബ്ലോക്ക് 3ക്ക് വന്നിട്ടുള്ളൂ. പിന്നെ കാണുന്ന ബ്ലോക്ക് 4ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബ്ലോക്ക് 2ൽ നിന്ന് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ആണ് വന്നു കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് തന്നെ നമുക്ക് ഹൈലി ഫ്രീക്വൻസിയുടെ വെച്ചിട്ട് യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് നമുക്കൊരു ഹീറ്റ് മാപ്പ് കൂടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് അതിന്റെ ഒരു ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി റെലവൻസും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണെന്നും കൂടെ നോക്കാം. യൂണിറ്റ് 1ലെ മീനിങ് ഓർ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, ഇത് നമുക്ക് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
അതിനകത്തെ 6 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ മീനിങ്ങും ഫങ്ഷൻസും ഒക്കെ. അതൊരു മീഡിയം റിലവൻസ് ആയിട്ട് പറയാം. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം റിലവൻസ് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 3 ആക്യുറസി അല്ലെങ്കിൽ എറേഴ്സ് അത് 4 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമ്മൾ അതിനെ ലോ റേഞ്ചിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 റേഷ്യോസ്, പെർസെന്റേജസ് ആൻഡ് ലോഗറിതംസ് ഇത് 3 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ ലോ റെലവന്റ് എന്ന രീതിയിൽ പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് 2 നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 5 ഡാറ്റ കളക്ഷൻസ് മെത്തേഡ്സിൽ 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഒരു മീഡിയം റേഞ്ച് ആയിട്ട് പറയാം. ദെൻ യൂണിറ്റ് 6 ഡാറ്റ കളക്ഷന് നമുക്ക് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് മീഡിയം റേഞ്ച് ആയിട്ട് പറയാം. 7th യൂണിറ്റിൽ ടാബുലർ പ്രസന്റേഷൻ ഉണ്ട്, അത് 4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, അതിനെ ലോ റേഞ്ചും. ദെൻ 8th യൂണിറ്റിലെ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിനെ ലോ റേഞ്ച്. ദെൻ യൂണിറ്റ് 9 ഗ്രാഫിക് പ്രസന്റേഷൻ അത് 3 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ലോ റേഞ്ച് എന്ന രീതിയിൽ പറഞ്ഞു. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു എന്താണ്, യൂണിറ്റ് 2 നമുക്ക് ഏറ്റവും കുറവ് രീതിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 2 ഏറ്റവും കുറവ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 3 ബ്ലോക്ക് 3 യൂണിറ്റ് 10 സെൻട്രൽ ടെൻഡൻസിയുടെ പോർഷൻ ഉണ്ടല്ലോ, നമുക്കൊരു 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെ ഏറ്റവും ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ റിലവന്റ് ഉള്ള പോർഷൻ എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് 11 അതായത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 11 മീഡിയം അതും 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവല്. ദെൻ യൂണിറ്റ് 12 മോഡ് അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി. യൂണിറ്റ് 13 ജോമെട്രിക് ഹാർമോണിക് അല്ലെങ്കിൽ ആവറേജസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിനെ ഹൈ റേഞ്ച് എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഹൈ കാറ്റഗറി ആയിട്ട് തന്നെ പറയും, കാരണം മസ്റ്റായിട്ട് അറിയേണ്ട പോർഷൻസ് ആണ് മീൻ ഡീവിയേഷൻസും റേഞ്ചും ഒക്കെ. ദെൻ നമ്മളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 15 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും ലോറൻസ് കർവും ഒക്കെ ഇല്ലേ, അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് 16th യൂണിറ്റിൽ സ്ക്യൂനസ് 8 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ മീഡിയം കാറ്റഗറി ആയിട്ട് പറഞ്ഞു. ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളെങ്കിൽ ടോപ്പ് 5 ഹൈ യീൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പ് 3 വരുന്ന നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി ആൻഡ് അരിത്തമെറ്റിക് മീൻ. അത് അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കൂടുതൽ മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള, റെഗുലർലി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അതും നമുക്ക് പ്രോബ്ലം സോൾവിങ് ഒരു അല്ലെങ്കിൽ ഡെഫിനിഷൻ ഏത് രീതിയിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്ന്. ദെൻ ജോമെട്രിക് ഹാർമോണിക് മീൻസ് അല്ലെങ്കിൽ മൂവിങ് ആവറേജസ്, ഇതിൽ നിന്നും എന്താണ് ഫ്രീക്വന്റ്ലി നമുക്ക് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 ടോപ്പിക്കാണ് ഏറ്റവും ഹൈ യീൽഡ് ടോപ്പിക് എന്ന്, ടോപ്പ് 3 ഹൈ യീൽഡ് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സെൻട്രൽ ടെൻഡൻസി ആൻഡ് അരിത്തമെറ്റിക് മീൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, ജോമെട്രിക് ഓർ ഹാർമോണിക് മീൻസ് അല്ലെങ്കിൽ മൂവിങ് ആവറേജസ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ കാറ്റഗറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കാം. നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ 5 to 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഇഗ്നോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോ എക്സാംസിൽ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് SI ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊരു 8 തൊട്ട് 10 മാർക്കിന് വരെയാണ് നോർമലി അത് ചോദിക്കുന്നത്. അത് 200 to 300 വേർഡ്സ് ആണ് അതിന് നമ്മൾ എഴുതേണ്ടി വരിക. ദെൻ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിന് 4 to 6 മാർക്സ് ആയിരിക്കും നോർമലി ചോദിക്കുന്നത്. 80 to 150 വേർഡ്സിനുള്ളിൽ നമ്മുടെ ആൻസേഴ്സ് എഴുതേണ്ടി വരും. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് നമ്മുടെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് 5 to 10 മാർക്സ് ആണ് നോർമലി കണ്ടുവരുന്നത്. ഫുൾ സൊല്യൂഷൻ നമ്മൾ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ 10 to 20 ലൈൻസ് അനുസരിച്ച് നമ്മൾ അത് ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതേണ്ടി വരും. ദെൻ ഷോർട്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 to 4 മാർക്സിനാണ് സാധാരണ ചോദിക്കുന്നത്. 25 to 50 വേർഡ്സ് ആണ് ആൻസർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഡിസ്റ്റിങ്ക്യൂഷ് അല്ലെങ്കിൽ കമ്പാരിസൺ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ 4 to 5 മാർക്സ് ആണ് നോർമലി വരുന്നത്. അത് 50 to 80 വേർഡ്സിനുള്ളിൽ അല്ലെങ്കിൽ ടാബ്ലാറും പാരഗ്രാഫും ഒക്കെ തിരിച്ച് അങ്ങനെ രീതിയിൽ വേണം പ്രസന്റ് ചെയ്യാൻ.
ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ MCQs ക്വസ്റ്റ്യൻസ് വന്ന് 1 മാർക്കിനാണ് സാധാരണ ചോദിക്കുന്നത്. അത് 1 ലൈൻ അല്ലെങ്കിൽ ഫ്രേസ് ടൈപ്പ് രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് 8 to 10 മാർക്സ് ആണ്. അപ്പൊ അതിന് ആ രീതിയിലുള്ള നമ്മൾ വേർഡ്സിൽ വേണം പ്രസന്റ് ചെയ്യാൻ. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറയുമ്പം അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം കൊടുത്ത് കറക്റ്റ് ആയിട്ട് അതിനെ പ്രസന്റ് ചെയ്ത് വേണം അതിനകത്തൊന്ന് നമ്മൾ എന്താണ് ആൻസർ നമ്മളുടെ പേപ്പറിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആ സ്റ്റെപ്സും കറക്റ്റ് ഓരോന്നും ഡിനോമിനേറ്റ് ചെയ്യുന്നതും എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും നല്ല മാർക്ക് കിട്ടും. ദെൻ ഷോർട്ട് നോട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്, വാട്ട് ഈസ് സാമ്പിളിങ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മീഡിയൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ ഒന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നീറ്റായിട്ട് 80 to 150 വേർഡ്സിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻസ്, കമ്പാരിസൺ ക്വസ്റ്റ്യൻസ്, അഥവാ നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ ആൻസർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും നാളും വന്നിട്ടുള്ളത് നോക്കാം. ബ്ലോക്ക് 1 അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് 2021 തൊട്ട് 24 വരെയുള്ള പേപ്പേഴ്സിലെ 16 മാർക്ക് അതിൽ നിന്ന്, അതായത് നമ്മളുടെ ഔട്ട് ഓഫ് 100 നോക്കിക്കഴിഞ്ഞാൽ 16% മാർക്ക് ബ്ലോക്ക് 1ൽ നിന്നും, ബ്ലോക്ക് 2 ഡാറ്റ കളക്ഷൻസ് അല്ലെ പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ 20 മാർക്ക്, അതായത് 20% ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ദെൻ സെൻട്രൽ ടെൻഡൻസി ആൻഡ് ആവറേജ് നോക്കുമ്പോൾ ഒരു 28% മാർക്ക് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്ക്യൂനെസ് ബ്ലോക്ക് 4 നോക്കുമ്പോൾ 22% മാർക്സ് ആ ഒരു ബ്ലോക്കിൽ നിന്നും. ദെൻ മിസ്ലേനിയസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുണ്ട്, അതായത് ബ്ലോക്ക് ഡയറക്റ്റ് അല്ലാതെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് ചോദിക്കുമ്പോൾ 14% ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് സാധാരണ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ഇതിന് വന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ കാണാൻ പറ്റുന്നത്. ദെൻ നമ്മളുടെ പാറ്റേൺ ഒന്ന് നോക്കാം. ഏത് ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചത്? നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രോബ്ലം ബേസ്ഡ് ആണ് അല്ലെ. അപ്പൊ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിനെ കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് എഴുതേണ്ട ഒരു പേപ്പറാണ്, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട ഒരു പേപ്പറാണ് ഈ ഒരു എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 2021 30% ചോദ്യങ്ങളെ ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 2024 ആയപ്പോഴത്തേന് അത് 38% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ തുടങ്ങി. ദെൻ 32% എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്ത് ഇപ്പൊ നിലവിൽ 22% ക്വസ്റ്റ്യൻസേ എസ്എ ടൈപ്പ് ചോദിച്ചു കാണുന്നുള്ളൂ. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു കോമൺ സ്റ്റൈൽ അല്ലെങ്കിൽ സാധാരണ ചോദിക്കുന്ന ഒരു സ്റ്റൈൽ പോലെ എല്ലാത്തിനും അത് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ അത് അത്രയും ശ്രദ്ധിക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോ അത് ചോദിക്കുന്നുണ്ട്, അതിന്റെ ടെൻഡൻസി ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഒന്ന് നോക്കുക, നമ്മളുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്താണ് 35 38% ആയി. എസ്എ ടൈപ്പും 26% ആയിട്ടുണ്ട്. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് 20-24%. നമ്മുടെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് 8-12%. ഇതാണ് നമ്മളുടെ ഒരു നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസിന്റെ അല്ലെങ്കിൽ ഫോർമാറ്റ്സിന്റെ ഒരു അലോട്ട്മെന്റ് എന്ന് പറയുന്നത്.
ഇനി ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എത്ര മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇതിനെന്ന് കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസിന് 65 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെച്ചാൽ എസ്ഐക്ക് 45 മിനിറ്റ്സും ഷോർട്ട് നോട്ട്സിന് ഒരു 40 മിനിറ്റ്സും കമ്പാരിസൺ ക്വസ്റ്റ്യൻസിന് ഒരു 20 to 30 മിനിറ്റ്സും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളുടെ ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ നോക്കുന്നതിന്റെ ബേസിസിൽ നമ്മൾ നടത്തിയ ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വരുന്ന കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ടോപ്പ് 10 പോർഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് ഓർ മാനേജ്മെന്റ്. ഇത് 8 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ മെയിൻ സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, അത് 8 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ, സ്റ്റേറ്റിംഗ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, അത് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫോർത്ത് വൺ, ഡിസ്ക്രൈബ് എനി 2 സാമ്പിളിംഗ് മെത്തേഡ്സ്, അതായത് റാൻഡം, സ്ട്രാറ്റിഫൈഡ്, ജഡ്ജ്മെന്റ്. അതുപോലത്തെ സാമ്പിളിംഗ് മെത്തേഡ്സിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ഡിസ്ക്രൈബ് ചെയ്യാൻ, അത് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നല്ലവണ്ണം അറിയാൻ ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്തെന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷൻ വരും. ദെൻ കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫോർ ഗിവൺ ഡാറ്റ, ഒരു ടേബിൾ അല്ലെങ്കിൽ ലിസ്റ്റ് തന്നിട്ട് അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ 10 പ്രാവശ്യം, ഇത് ഏറ്റവും ഹൈ രീതിയിൽ ചോദിച്ചു വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മീഡിയൻ ആൻഡ് കമ്പ്യൂട്ട് മീഡിയൻ ഫ്രം പ്രൊവൈഡഡ് ഡാറ്റ, അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, അത് 9 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് മോഡ്, അത് 7 പ്രാവശ്യം ചോദിച്ചു കണ്ടു. ദെൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓർ ടാബുലേഷൻസ്, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ഡിഫറെന്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, അതായത് റേഞ്ച്, ക്യൂഡി, എസ്റ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, ഒരു ഡിഫറെന്റ് മെഷേഴ്സ് ഡിസ്കസ് ചെയ്യാം, അത് നമുക്ക് 9 പ്രാവശ്യം ചോദിച്ചു കണ്ടു. ഇങ്ങനെ ഇത് ഇത്രയുമാണ് നമ്മളുടെ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, നമ്മുടെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ൽ നിന്നാണ്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നമുക്ക് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 2 ആണ്. 8 പ്രാവശ്യം റെക്കറിംഗ് രീതിയിൽ കണ്ടിട്ടുണ്ട്, ആവറേജ് 8 മാർക്കിന്. ദെൻ പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഡാറ്റ, ഒരു ഡിഫറൻഷിയേറ്റ് ക്വസ്റ്റ്യൻ, അത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5 ആണ്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു 6 മാർക്സ് ആവറേജ് വന്നിട്ടുണ്ട്. സാമ്പിളിംഗ് മെത്തേഡ്സ് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 2 ആണ്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് 6 മാർക്സ്. ദെൻ അരിത്തമെറ്റിക് മീൻ, അതായത് കമ്പ്യൂട്ട് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10 ആണ്. 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 8 മാർക്കിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു പ്രോബ്ലം ബേസ്ഡും കൂടെ. ദെൻ മീഡിയം, അതിന്റെ തിയറിയും കാൽക്കുലേഷൻ ചോദിക്കാറുണ്ട്. ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 11 ആണ്. അപ്പം അതിനകത്ത് 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 7 ആവറേജ് മാർക്കാണ് കണ്ടിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിന്റെ പ്രോബ്ലവും എക്സ്പ്ലനേഷനും ചോദിച്ചു കാണാറുണ്ട്. ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 15 ആണ്. അതിലെ 9 പ്രാവശ്യം നമുക്ക് റെക്കറിംഗ് രീതിയിൽ കണ്ടിട്ടുണ്ട്. ദെൻ 8 മാർക്കിനാണ് ആവറേജ് മാർക്സ് വന്നിട്ടുള്ളത്. മോഡിന്റെ പോർഷനിൽ നിന്നും തിയറിയും കമ്പ്യൂട്ടേഷനും നമ്മുടെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 12 ആണ്. 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 7 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ടാബുലേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വരുമ്പോൾ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7 ആണ്. അതിലും നമുക്ക് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 5 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസണും കാൽക്കുലേഷനും വരുന്നുണ്ട്. അത് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 14-ഉം 15-ഉം ആണ് വരുന്നത്. അത് 9 പ്രാവശ്യം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 8 മാർക്കാണ് ആവറേജ് വരുന്നത്. ഇത് ഇത്രയുമാണ് നമ്മുടെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ബ്ലോക്ക് വൈസ് ഉള്ള ഒരു അനാലിസിസും കാര്യങ്ങളും. ഇനി നമുക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറഞ്ഞ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ ഇച്ചിരി സമയം എടുത്ത് നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് രീതിയിലാണ് ചോദിക്കുന്നതെന്നോ അത് അറ്റ്ലീസ്റ്റ് ഒരു
2 പ്രാവശ്യമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ഒന്ന് പഠിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് എന്തേലും എവിടെയെങ്കിലും ഒരു പ്രയോജനമാകും, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. ദെൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ സബ്ജക്ട് ആയതുകൊണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്സും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചുമ്മാ ഒരു പാരഗ്രാഫിൽ അങ്ങനെ എഴുതാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് പണ്ട് നമ്മൾ മാത്തമാറ്റിക്സിന്റെ പേപ്പർ എഴുതുമ്പോൾ ചെയ്യുന്നത് എക്സ് ഈസിക്കൽ ടു ഇന്നത്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും ഡിനോട്ട് ചെയ്യുന്നത് എന്താന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതുക, അതിനകത്ത് അതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് എഴുതുക. അങ്ങനെ അത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് എന്താണ് ഉദ്ദേശിച്ചത് പെട്ടെന്ന് അല്ലെങ്കിൽ പാരഗ്രാഫ് പോലെ ചുമ്മാ കൂട്ടിക്കുറുക്കി എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇത് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ആൻസർ എഴുതിയേക്കുന്നത് ശരിയാണെങ്കിൽ പോലും അത് അവർക്ക് മനസ്സിലാക്കാൻ ടൈം കൺസ്യൂം ചെയ്യും. അത് മാത്രമല്ല ഒരു നീറ്റ്നെസ് ഇല്ല. അത് കാണുമ്പോഴത്തേനും നമ്മളുടെ മാർക്കിനെ അത് എഫക്ട് ചെയ്യും. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചുള്ള സാധനം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നീറ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുവാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പ്ലസന്റ് ആയിട്ടായിരിക്കും ഒന്ന് പ്രസന്റേഷൻ തോന്നുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് മാർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫുൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ അത് രീതിയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കും നമ്മുടെ ഓരോ ആൻസേഴ്സും. ദെൻ നമ്മളുടെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ തിയറി അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിന് കറക്റ്റ് സ്ട്രക്ചർ ഒക്കെ കൊടുത്ത് ഒരു ടേബിൾ ആക്കേണ്ടത് ടേബിൾ ആക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രാഫ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അണ്ടർലൈൻ കൊടുക്കണോ എന്താന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ ആൻസേഴ്സ് പ്രസന്റീവ് ആയിരിക്കും. ദെൻ അതിന്റെ ഒരു പൈ ചാർട്ട് പറയുന്നതേ ഉള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് 70% ഉണ്ട്. പിന്നെ മറ്റു ക്വസ്റ്റ്യൻസ് 30% എന്ന രീതിയിലൊരു നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കാറ്റഗറി പറഞ്ഞാണ്. ദെൻ നമ്മളുടെ പ്രോബബിലിറ്റി നോക്കാം, അല്ലെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റീവ് നേച്ചർ ഏതിനാണ് വരുന്നത് എന്നുള്ളത്. ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് 88% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ കാറ്റഗറിയിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് 8 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കുന്നതിൽ 7 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ 75% പ്രോബബിലിറ്റി ഉള്ളത്. ഹൈ കാറ്റഗറി ആണ്. 6 പ്രാവശ്യം 8 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ കളക്ഷൻ, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് 63% പ്രോബബിലിറ്റി ഉള്ളത്. മീഡിയം റേഞ്ച് ആണ്. 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 5 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6 ക്ലാസിഫിക്കേഷൻ 50% നമുക്ക് പ്രോബബിലിറ്റി ഉള്ളത്. മീഡിയം റേഞ്ച് ആണ്. നമുക്കൊരു ടൈപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നമ്മളുടെ പേപ്പേഴ്സിൽ ചോദിച്ചു കാണുന്ന ഒരു പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ടാബുലേഷൻ യൂണിറ്റ് 7 ആണ് വരുന്നത്. 38% ആണ് പ്രോബബിലിറ്റി ഉള്ളത്. ലോ റേഞ്ച് ആണ്. അത് 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 എണ്ണത്തിനകത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ യൂണിറ്റ് 10 അരിത്തമെറ്റിക് മീൻ അതിന്റെ തിയറിയും കാൽക്കുലേഷനും 100% നമുക്ക് പ്രോബിലിറ്റി ആണ്. 100% ഇത് ഉറപ്പായിട്ടും വന്നിരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ഹൈ റേഞ്ച് പ്രോബിലിറ്റി ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അറ്റ്ലീസ്റ്റ് ഇതിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. ഇത് വിട്ടു പോകരുത് ഒരിക്കലും. ദെൻ യൂണിറ്റ് 11 മീഡിയന്റെ പോർഷൻ 75% ഹൈ കാറ്റഗറി ആണ്. 8 ക്വസ്റ്റ്യൻ പേപ്പറിലെ 6 എണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ 12ാമത്തെ യൂണിറ്റിലെ മോഡ് 50% ആണ്. മീഡിയം റേഞ്ച് ആണ് വരുന്നത്. നമുക്ക് പ്രോബിലിറ്റി, അതായത് നമുക്ക് 4 പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. 8 എണ്ണത്തില് 4 പേപ്പേഴ്സിൽ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദെൻ യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 75% കൊണ്ട് പ്രോബിലിറ്റി. ഹൈ റേഞ്ച് ആണ്. ഹൈ കാറ്റഗറിയിലാണ്. നമ്മളുടെ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 എണ്ണത്തിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ ബേസ് വരുന്നതിനകത്ത് 88% പ്രോബിലിറ്റി, 88% പ്രോബിലിറ്റി ഉണ്ട് ആ ക്വസ്റ്റ്യൻ ടോപ്പിക്ക് വരാൻ. ഹൈ റേഞ്ച് ആണ്. അതിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് 16th യൂണിറ്റിൽ സ്ക്യൂനെസ് 50% ആണ് പ്രോബിലിറ്റി ഉള്ളത്. മീഡിയം റേഞ്ചിലാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം 4 പേപ്പേഴ്സിൽ മാത്രമേ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. തിയറി അല്ലെങ്കിൽ ന്യൂമറിക്കൽ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന ഒരു കോംബോ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിട്ടുള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം.
കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ദെൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ലോ കാറ്റഗറി പറഞ്ഞു എന്നുള്ളത്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടതിനെ നമ്മൾ കമ്പൽസറി അല്ലെങ്കിൽ 100% എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ എന്താണ് തിയറി അല്ലെ ലിമിറ്റേഷൻസ് ഒക്കെ 8 5 വന്നിട്ടുള്ളെങ്കിൽ ആ രീതിയിൽ മീഡിയം റേഞ്ച് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ എന്തുകൊണ്ട് ഇതിനെ ഓരോന്നിനെയും ഓരോ കാറ്റഗറി ആക്കിയത്. ഓക്കെ, ദെൻ നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു ലിസ്റ്റ്, അതായത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ലിസ്റ്റിനാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഹൈലി പ്രാക്ടീസ് തറോലി ചെയ്യേണ്ട കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ അരിത്തമെറ്റിക് മീൻ, തിയറി, ന്യൂമറിക്, അതായത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ്, അതിന്റെ എല്ലാ കാൽക്കുലേഷൻസും, ദെൻ സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, ദെൻ മീഡിയൻ, അതായത് കാൽക്കുലേഷനും എക്സ്പ്ലനേഷനും, ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റേഞ്ച്, അതിനകത്ത് കട്ടേൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇത് ഇത്രയുമാണ് നമുക്ക് ഹൈ പ്രോബബിലിറ്റി വരുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ്. അതിനകത്ത് പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മോഡൽ ആൻസേഴ്സ് ഒക്കെ എഴുതി നമുക്കൊരു 2 to 3 ന്യൂമറിക്കൽ ഓരോ ക്വസ്റ്റ്യൻസിനും ഒരു 2-3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കി വർക്ക്ഔട്ട് ചെയ്ത് നമുക്കൊരു ആ ഒരു ട്രാക്കിലായി കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. ഇതാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻസും, അരിത്തമെറ്റിക് മീനിന്റെ തിയറിയും ന്യൂമറിക്കൽ പോർഷൻസും, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ കാൽക്കുലേഷൻസ്, സ്റ്റെപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, മീഡിയൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ദെൻ മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതായത് പഠിക്കണം, നല്ലപോലെ റിവൈസ് ചെയ്യണം, എന്നാൽ മെറ്റേന്റെ അത്രയില്ല പക്ഷെ ഒട്ടും വിട്ടുകളയുകയും ചെയ്യരുത്, അങ്ങനത്തെ ഒരു പോർഷൻ ആണ് മീഡിയം പ്രയോറിറ്റി. ഡേറ്റ കളക്ഷന്റെ മെത്തേഡ്സ്, അതിന്റെ തിയറിയും വേണം ആപ്ലിക്കേഷനും വേണം. ദെൻ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ടൈപ്സും ഒബ്ജക്റ്റീവ്സും. ദെൻ മോഡിന്റെ കൺസെപ്റ്റ്, കാൽക്കുലേഷൻ രണ്ടും വേണേ. പിന്നെ സ്ക്യൂനെസ്സിലെ മീനിങ്സും കാൽക്കുലേഷനും. ഇത് ഇത്രയുമാണ് നമ്മുടെ മീഡിയം പ്രയോറിറ്റി റേഞ്ച് വരുന്നത്. മീഡിയം പ്രയോറിറ്റി പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് കാർഡ്, തിയറിക്കൊക്കെ ഒരു ഫ്ലാഷ് കാർഡും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലം എങ്കിലും ഓരോന്നിന്റെ ഒന്ന് ചെയ്ത് നോക്കി ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് മനസ്സിൽ എന്താണെന്നുള്ള ഒരു ഐഡിയ ഔട്ട്ലൈൻ മനസ്സിൽ വിട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാൻ നോക്കുക. ഈ മീഡിയം പ്രയോറിറ്റി. ദെൻ ലോ പ്രയോറിറ്റി തീരെ അധികം ചോദിച്ചിട്ടുണ്ട് പക്ഷെ തീരെ അത്ര റിപ്പീറ്റ് നേച്ചർ ഇല്ലാത്തത് ടാബുലേഷനും ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ ഗ്രാഫിക് റെപ്രസെന്റേഷനുമാണ്. ഇത് എന്ത് ചെയ്താൽ മതി, നമ്മളൊന്ന് വായിച്ച് അതിന്റെ സമ്മറി ഒന്ന് മനസ്സിലാക്കി ഒരു ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ആവശ്യം വന്നാൽ എഴുതത്തക്ക രീതിയിൽ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ലോ പ്രയോറിറ്റി അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈ പ്രയോറിറ്റി റേഞ്ച് തന്നെയാണ്. ഹൈ പ്രയോറിറ്റി, മീഡിയം, ലോ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഹൈ പ്രയോറിറ്റിക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കുക കേട്ടോ. ദെൻ നമ്മുടെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് വരുന്ന പോലെയാണ്. ഇതിന് നിങ്ങൾക്ക് അറിയാലോ 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിൽ വരുന്നത്. എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റ് നോക്കി കഴിയുമ്പോൾ നമ്മളുടെ ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻ എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഏതെങ്കിലും 5 ആൻസർ ചെയ്യുക എന്ന രീതിയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന് നമ്മളുടെ ഇതൊരു മോഡൽ അല്ലേ, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇത് തരുന്നത്. ഇത് നമുക്ക് കൂടുതൽ നമ്മൾ ഇത്രയും നേരം അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജൂണിലേക്ക് ഇതായിരിക്കും അല്ലെങ്കിൽ ഇതിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റ്സ് ഇൻ മാനേജ്മെന്റ് ഡിസിഷൻസ് ഗീവിംഗ് 2 റീസൺ ബിസിനസ് എക്സാമ്പിൾസ്. അതായത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ല മീനിങ് എഴുതണം, അതേപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് എക്സാമ്പിൾസ്. റീസൺ ബിസിനസ് എക്സാമ്പിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം,
നമ്മൾ ചെയ്യും. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ്ങും സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നത്. Then question number 2. Outline the general steps in conducting a statistical survey for studying consumer spending habits. And part B ഉണ്ട്. Discuss the importance of random sampling in survey design. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയെ കുറിച്ച് പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 തന്നെയാണ് സാമ്പിളിംഗ് മെത്തേഡ്സ്, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. ദെൻ യൂണിറ്റ് ക്വസ്റ്റ്യൻ 3. ക്വസ്റ്റ്യൻ 3 എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എ ടേബിൾ ബിലോ ഷോസ് ദ വീക്ക്ലി ഏർണിംഗ്സ് ഇൻ തൗസൻഡ്സ് ഓഫ് ഷോപ്പ് എംപ്ലോയീസ്. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ. അതായത് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. ഏർണിംഗ്സ് തന്നിട്ടുണ്ട് തൗസൻഡ്സിൽ, നമ്പർ ഓഫ് എംപ്ലോയീസും തന്നിട്ടുണ്ട്. ആ ടാബിള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പാർട്ട് ബി തന്നിരിക്കുന്നത് ഡിസ്കസ് എനി 3 മെറിറ്റ്സ് ഓഫ് യൂസിങ് ദ അരിത്തമെറ്റിക് മീൻസ് ആസ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി ആയിട്ട് മീൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള എന്തെങ്കിലും മെറിറ്റ്സ് 3 എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക. അതിന്റെ ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഈ ഒരു അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. അത് വെച്ചിട്ട് കവർ ചെയ്യും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. എ പാർട്ട് വരുന്നത് യൂസിങ് ദ ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് ദ മീഡിയൻ. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ പാർട്ട് ബിയിൽ ബ്രീഫ്ലി സ്റ്റേറ്റ്സ് 2 പ്രാക്ടിക്കൽ യൂസസ് ഓഫ് മീഡിയൻ ഇൻ ബിസിനസ് അനാലിസിസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഈ മീഡിയൻ പോർഷൻ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 എ പാർട്ടിൽ വരുന്നത് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബിലോ gives the number of daily visitors to the local market. Calculate the standard deviations and coefficient of variation. ടേബിൾ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വിസിറ്റേഴ്സും ഡേയ്സും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിക്കണം. 50 to 60 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, 3 days ആണ്. 60 to 70 വിസിറ്റേഴ്സ് 8 days. 70 to 80 വിസിറ്റേഴ്സ് 14 days. 80 to 90 വിസിറ്റേഴ്സ് 10 days. 90 to 100 വിസിറ്റേഴ്സ് 5 days. ദെൻ അതിന്റെ പാർട്ട് ബിയിൽ വരുന്നത്, അതിന്റെ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ കമ്പയറിംഗ് ഡാറ്റ വേരിയബിലിറ്റി ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്സ്. അതായത് നമ്മളുടെ 2 ഗ്രൂപ്പ്സ് വെച്ചിട്ട് അതെങ്ങനെ കോഎഫിഷ്യന്റ് വേരിയേഷൻസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നു എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഈ ബ്ലോക്ക് 4 യൂണിറ്റ് 15 ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് നമ്മളുടെ വേരിയൻസ് ഒക്കെ വരത്തില്ലേ, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 6 ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നത് what are the different methods of collecting primary data? Compare the observation and questionnaire methods, highlighting 2 advantages and 2 disadvantages of each. നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന പോർഷൻ ആണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ബ്ലോക്ക് നമ്മൾ ക്വസ്റ്റ്യൻ 7 ബ്ലോക്ക് 3 നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ടേബിൾ തന്നിട്ടുണ്ട്, ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വാട്ട് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡ് ആസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ആണ് മോഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 വന്നിരിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അബ്സൊല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അതേപോലെ തന്നെ ബി പാർട്ടിൽ ദ ഫോളോയിങ്സ് ആർ ദ ഇൻകംസ് ഇൻ തൗസൻഡ്സ് ഓഫ് എ ഗ്രൂപ്പ് 5 ഹൗസ് ഹോൾഡ്സിന്റെ ഒരു ഇൻകം തന്നിട്ടുണ്ട്. 18, 22, 25, 20, 35 തൗസൻഡ്സിലാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദ റേഞ്ച് ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് റേഞ്ചും മീൻ ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ബ്ലോക്ക് 4 യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9 എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ലിസ്റ്റ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾസ്. വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആഡ് ചെയ്യാൻ മറക്കരുത്, വിട്ടുപോകരുത്. പാർട്ട് ബിയിൽ വൈ ഈസ് ക്ലാസിഫിക്കേഷൻ കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ എന്തുകൊണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നു, എസെൻഷ്യൽ ആണെന്ന് പറയുന്നു. ബ്ലോക്ക് 2 യൂണിറ്റ് 6 പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10 വരുന്നത് ഇൻ എ കമ്പനി സാലറി ഡാറ്റ ദ മീൻ ഈസ് 28,000. Standard deviation is 5,000 and the median is 30,000. Is the distribution positively or negatively skewed? Calculate Karl Pearson's coefficient of skewness and interpret your result. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് മീനും മീഡിയനും ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അതിൽ നിന്ന്
സ്ക്യൂഡ്നെസ് എങ്ങനെയുണ്ട്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കാൽ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിച്ച് അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. വെറുതെ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും വേണം. എന്താണ് ഏതാണെന്നുള്ളത് അതൊന്ന് ജസ്റ്റിഫൈ ചെയ്ത് വെക്കണം. ദെൻ പാർട്ട് ബിയില് വാട്ട് ഡസ് ക്യൂനെസ് ഇൻഡിക്കേറ്റ് ഇൻ ബിസിനസ് ഡാറ്റ അനാലിസിസ് ഇതും ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ എഴുതിയാൽ നമ്മളുടെ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ബ്ലോക്ക് 4 യൂണിറ്റ് 16 ആണ് വരുന്നത് സ്ക്യൂനെസ്. അപ്പം ഇത് ഇത്രയുമാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമ്മൾ ജൂൺ 2025 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ്. അതിൽ ആൻസർ ഇനി 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും 5 ആൻസർ ചെയ്താൽ മതി. മിക്കതും കണ്ടല്ല, പ്രോബ്ലം ബേസ്ഡ് വരുമ്പോൾ പ്രോബ്ലത്തിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് തിയറിയും അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നമ്മൾ ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി ഒക്കെ പറഞ്ഞിരിക്കുന്നതും ടോപ്പ് 10 ടോപ്പിക്സ്, ടോപ്പ് 3 ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിലൊക്കെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലത്തിനും തിയറിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യന്റെ നേച്ചർ അറിഞ്ഞുകൊണ്ട്, അതായത് എസ്ഐ ടൈപ്പ് ആണോ, ലോങ് ആൻസേഴ്സ് ആണോ, ഷോർട്ട് ആൻസേഴ്സ് ആണോ, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആണോ എന്നുള്ളത് അതിന്റെ നേച്ചർ അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവരും എക്സാം ഹാളിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക കേട്ടോ.